ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: വിശ്വാസിയും വിഷാദരോഗവും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയും വിഷാദരോഗവും. ദൈവമക്കൾക്ക് വിഷാദരോഗമുണ്ടാകുമോ? ഡിപ്രഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും അതിതീവ്രമായ ദുഃഖത്തിൽ കൂടെ, വ്യഥയിൽ കൂടെ, വിഷാദത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? ആരും പോയിട്ടില്ല അല്ലേ? അതിനാട് ദൈവത്തെ സ്തുതിക്കും. ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഒരു പകൽക്കാലം സന്തോഷ വാർത്ത പറയട്ടെ. നിങ്ങൾ തനിച്ചല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ അവസ്ഥകൾ കൂടെയും ദൈവമക്കളും കടന്നു പോകും. നമ്മളിതിൽ നിന്നൊന്നും എക്സംപ്റ്റ് അല്ല. നമ്മളിതിൽ കൂടെ ഒക്കെ ദൈവം കടത്തിവിടും. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ആശ്വസിക്കുവാനൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് അവിടെ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നീ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, ഏത് വിഷാദത്തിൻ്റെ അവസ്ഥകൾ കൂടെ കടന്നു പോയാലും, അവിടെയൊക്കെയും നമ്മളെ തേടി വന്ന് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കുന്ന, വിഷാദത്തിൻ്റെ കയങ്ങളിൽ നിന്ന്, വിഷാദത്തിൻ്റെ തടവറയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ, അനുഭവിച്ചറിയുവാൻ എനിക്കിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 31:9 വാക്യം. 31 സങ്കീർത്തനം 9 വാക്യം. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. ദാവീദ് പറയുക ദൈവസന്നിധിയിൽ. ദാവീദ് ദൈവത്തോട് ചേർന്ന് നടന്ന മനുഷ്യനാണ്. ദൈവത്തെ പാടി സ്തുതിച്ച് നടന്ന മനുഷ്യനാണ്. ഹി വാസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഓൺ ഹാർട്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ദാവീദ് കടന്നുപോയ വിഷാദത്തിൻ്റെ അവസ്ഥകൾ, അതിൻ്റെ ഒരു ഉദാഹരണം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ അവിടെ വായിച്ചത്. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. ഈ വിഷാദം നമ്മളെ അടിമുടി ബാധിക്കും. നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആത്മാവിനെയും ക്ഷീണിപ്പിക്കുന്നതാണ് വിഷാദരോഗം എന്ന് പറയുന്നത്. C.H. സ്പർജനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഹി വാസ് ദ പ്രിൻസ് ഓഫ് പ്രീച്ചേഴ്സ് എന്നായിരുന്നു. പ്രാസംഗികരിലെ രാജകുമാരൻ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇന്നും ചൂടപ്പം പോലെ വിറ്റഴിയപ്പെടുന്നുണ്ട്. C.H. സ്പർജൻ്റെ ഒരു കൊട്ടേഷൻ കേൾക്കാത്ത ദിവസങ്ങളില്ല. ഇന്നും C.H. സ്പർജൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടും. പ്രിയമുള്ളവരെ, ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴേ ഹി വാസ് ലിറ്ററലി ഓക്കെ, ഈ മനുഷ്യനെ ഭയങ്കര വിഷാദരോഗത്തിലോട്ട് പോകുമായിരുന്നു. പുൾപിറ്റയിൽ കയറി നിന്നിട്ട് വലിയ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഈ മനുഷ്യൻ ചില സമയങ്ങളിൽ ഡിപ്രഷൻ്റെ ആഴങ്ങളിലോട്ട് പോകും. ഒരിക്കൽ ഇദ്ദേഹം ഒരു ചർച്ചിലെ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ചർച്ചിൽ പോകണം, പ്രസംഗിക്കുകയൊക്കെ വേണം. പക്ഷേ ഡിപ്രഷൻ അടിച്ച് പുള്ളി മുറിക്കകത്ത് അടച്ചിരിക്കുക. അവസാനം ഇദ്ദേഹത്തെ കാണുന്നില്ല, സമയമായിട്ടും കാണുന്നില്ല. അപ്പോൾ ചർച്ചിലെ മൂപ്പന്മാരെല്ലാവരും കൂടെ ചെന്നിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു, വാ ചർച്ചിലോട്ട് വാ. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അടച്ചിരിക്കുക. പക്ഷേ അദ്ദേഹത്തെ ലിറ്ററലി ക്യാരിഡ് ഹിം ടു ദ പുൾപിറ്റ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെ അവിടുന്ന് എടുത്ത് പുൾപിറ്റിൽ കൊണ്ടുവന്ന് നിർത്തി. ദൈവത്തിന് സ്തോത്രം. നമ്മളെയൊക്കെ പുൾപിറ്റിൽ കൊണ്ടുവന്ന് നിർത്തുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം അത്രമാത്രം ഡിപ്രഷൻ്റെ ആഴങ്ങളിലോട്ട് പോയപ്പോൾ അദ്ദേഹത്തെ ശരിക്കും അവർക്ക് എടുത്ത് പൊക്കിക്കൊണ്ട് വരേണ്ടി വന്നു. നോക്കി, അപ്പോൾ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അനേക ദൈവമക്കൾ ഈ ഡിപ്രഷനിൽ കൂടെ കടന്നു പോയവരാ. നമുക്കറിയാമല്ലോ, ഇയ്യോബ്, മോശ, ദാവീദ്, യോന, നെഹമ്യാവ്, എസക്കിയേൽ, ജെറമ്യ, ഏലിയാവ്, പത്രോസ്, ഇവരെല്ലാവരും ഈ ഡിപ്രഷൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോയവരാ. അപ്പോൾ ഡിപ്രഷൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിനകത്ത് ഒന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നീയോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് സകല മനുഷ്യർക്കും, നമുക്ക് അസുഖങ്ങൾ വരുന്നത് പോലെ, ശാരീരിക രോഗം വരുന്നത് പോലെ ചെറിയൊരു രോഗത്തിൻ്റെ അവസ്ഥയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന് മരുന്നുണ്ട്, അതിന് വിടുതലുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഈ ഡിപ്രഷൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. എല്ലാറ്റിനോടും ഒരു തരം മടുപ്പ്.
തളർച്ച, ലതാർജി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, ഉറക്കം ശരിയാവുന്നില്ല, നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കത്തിൽ ഉണർന്നു പോകുന്നു, പിന്നെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ യൂഷ്വൽ ആക്ടിവിറ്റീസ്, നമ്മൾ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ്, ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ. ഫീലിങ്സ് ഓഫ് ഗിൽറ്റ്, കുറ്റബോധത്തിൻ്റെ ചിന്തകൾ. വർത്ത്ലെസ്നെസ്, എന്നെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല, എന്നെ ഇനി ആർക്കും വേണ്ട എന്നുള്ള ചിന്ത. ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയില്ലായ്മ. ഫീലിങ്സ് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാനതിനെ ബ്രെയിൻ ഫോഗ് എന്ന് വിളിക്കും. ഇറിറ്റബിലിറ്റി, ഈർഷ്യ. എക്സോഷൻ, ഭയങ്കര അമിതമായ ക്ഷീണം. ഫിയർ ഓഫ് ഡെത്ത്, മരണഭയം, മറ്റു പല ഭയങ്ങളും. വാണ്ടിങ് ടു ക്രൈ, കരയണമെന്നുണ്ട്, കരയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അൺകൺട്രോളബിൾ ക്രൈങ്, ചിലപ്പോൾ കരച്ചിൽ തുടങ്ങിയ കരച്ചിൽ നിർത്താൻ പറ്റത്തില്ല, അതുപോലെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരയും. സൂയിസൈഡൽ തോട്ട്സ്, ജീവിതം അവസാനിപ്പിച്ചാൽ മതി, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള ചിന്തകൾ. ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വിശപ്പ് നഷ്ടപ്പെടുക, വെയിറ്റ് കുറയുക. ദ ലിസ്റ്റ് ഈസ് എൻലെസ്. അങ്ങനെ ഒത്തിരി ലക്ഷണങ്ങളുണ്ട്. ഈ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ മെസ്സേജ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് പകൽ വീട്ടിൽ ഒരു ചെറിയ സന്ദേശം കൊടുക്കുകയുണ്ടായി. 77-ാം സങ്കീർത്തനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. 77-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വരാം. ആസാഫ് എങ്ങനെയാണ് വിഷാദ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതെന്നുള്ളത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 1-ാം വാക്യം, അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും. അടുത്ത വാക്യം. അവൻ എനിക്ക് ചെവി തരും. കഷ്ടദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു. രാത്രിയിൽ എൻ്റെ കൈ തളരാതെ മലർത്തിയിരുന്നു. എൻ്റെ ഉള്ളം ഡിപ്രഷനെ കുറിച്ച് പറയുക. എൻ്റെ ഉള്ളം ആശ്വാസം നിരസിച്ചു. അടുത്തത്. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. അയ്യോ, അതൊരു വല്ലാത്ത ട്രാൻസ്ലേഷനാണ്. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. അയ്യോ, ദൈവത്തിൻ്റെ കാര്യം എന്തായി തീരുമോ ഇല്ലയോ? അങ്ങനല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഐ തിങ്ക് ഓഫ് ഗോഡ് ഐ ഗ്രോൺ എന്നാ. ഐ തിങ്ക് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തെ ഓർത്തു. അപ്പോൾ അവിടെ ഒരു സെമിക്കോളൻ ഉണ്ട്. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു എന്നല്ല, ഞാൻ ദൈവത്തെ ഓർത്തു. പക്ഷേ ദൈവത്തെ ഓർക്കുമ്പോഴും എൻ്റെ ഹൃദയം വ്യാകുലപ്പെടുക. അവിടെ അങ്ങനെയാണത് വായിക്കേണ്ടത്. ഐ തിങ്ക് ഓഫ് ഗോഡ് ഐ ഗ്രോൺ, ഞാൻ വ്യാകുലപ്പെടുന്നു. ഞാൻ ധ്യാനിച്ചു, ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്നു, പക്ഷേ എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. നോക്കി, പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും എനിക്കിങ്ങോട്ട് പറ്റുന്നില്ല, എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ പറ്റുന്നില്ല. നമ്മൾ അതുപോലെ അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടില്ലേ? നമുക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, ദൈവസന്നിധിയിൽ ദൈവ ഹൃദയം പകരണമെന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ചെയ്താലും നമ്മൾക്ക് വിഷാദം നമ്മളെ ഇങ്ങനെ അങ്ങ് കാർന്നു തിന്നുന്നൊരവസ്ഥ, വ്യാകുലം നമ്മളെ മൂടുന്ന ഒരവസ്ഥ. ആസാഫ് ഈ അവസ്ഥയിൽ കൂടെ കടന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരല്ലേ? അതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ടു ബി ഹ്യൂമൻ ഈസ് ടു ഫീൽ ദാറ്റ് നമ്പിങ് എക്സോസ്റ്റിംഗ് ഫീലിംഗ് ഓഫ് ഡിപ്രഷൻ. മനുഷ്യരായി പിറന്നവരൊക്കെ ഒരിക്കലെങ്കിലും ഈ വിഷാദത്തിൻ്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ടുള്ളവരാ. ദൈവത്തിന് സ്തോത്രം. ഈ ഡിപ്രഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും ചില സന്ദർഭങ്ങളിൽ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ അറിയുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നവരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ അതിനുള്ള മരുന്നുണ്ട്. സ്തോത്രം. അതിനുള്ള പ്രതിവിധിയുണ്ട്. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ക്ലിനിക്കൽ ഡിപ്രഷൻ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. പ്രായമായി കഴിയുമ്പോൾ സോഡിയം കുറഞ്ഞു, പൊട്ടാസ്യം കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? നമ്മളിരുന്ന് പ്രാർത്ഥിക്കും,
ശരിയാ, കർത്താവിന് സോഡിയമൊക്കെ കൂട്ടിത്തരാൻ പറ്റും. പൊട്ടാസ്യത്തിൻ്റെ ലെവലൊക്കെ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ദൈവമാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ വാല്യൂസൊക്കെ കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എന്താണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും. അതുപോലെ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ധാരാളം കെമിക്കൽ റിയാക്ഷനുകൾ കൂടെയാണ്. ഒത്തിരി കെമിക്കൽ റിയാക്ഷൻസ് നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുമ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നമ്മുടെ തലച്ചോറിനകത്ത് ലക്ഷക്കണക്കിന് കെമിക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കെമിക്കൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുക. കെമിക്കൽസാണ്, രാസമൂലകങ്ങളാണ്. നമുക്കത് മനസ്സിലാകത്തില്ല. ദൈവം അങ്ങനെയാണ് മനുഷ്യനെ വയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴേ നമ്മുടെ ഈ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാകും. നമ്മുടെ ഈ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ബ്രെയിനിലുള്ള കെമിക്കൽസിന് അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ വ്യക്തിയുടെ തലച്ചോറിൽ കെമിക്കൽ റിയാക്ഷൻസ് വിധം നടക്കുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമുക്ക് പൊട്ടാസ്യം കുറയുമ്പം സോഡിയം കുറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ഈ കെമിക്കൽ ഇംബാലൻസ് വരുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ചിലർ വിചാരിക്കാറുണ്ട്, അയ്യോ ഇത് മാനസിക രോഗമാണ്, ദൈവമക്കൾക്ക് മാനസിക രോഗം വരത്തില്ല. അങ്ങനല്ല. നമുക്ക് ശാരീരിക രോഗങ്ങൾ വരുന്നത് പോലെ മാനസികമായിട്ടുള്ള രോഗങ്ങളും വരും. ദൈവവചനം നമ്മളെ ഇതിൽ നിന്നൊക്കെയും വിടുവിക്കുന്നു, സൗഖ്യമാക്കുന്നു. ആശുപത്രിയിൽ പോകുന്നതുകൊണ്ടോ മെഡിസിൻ എടുക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു തകരാറുമില്ല. അത് വെറുതെ നമ്മൾ ഇല്ലെന്ന് ഭാവിച്ച് അതിനെ വിട്ടുകളഞ്ഞാൽ സൂയിസൈഡിലേക്ക് വരെ അത് നമ്മളെ കൊണ്ടെത്തിക്കാം. ഞാനതിൻ്റെ സീരിയസ്നെസ് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആസാഫ് എങ്ങനെയാണ് അവൻ്റെ ഈ വിഷാദത്തിൽ നിന്ന് പുറത്തു വന്നതെന്നുള്ളത് 3 പോയിന്റ് മാത്രം പറയാം ഞാൻ. അതിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഞാൻ എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട്, എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും, അവൻ എനിക്ക് ചെവി തരും. സ്തോത്രം. ആസാഫ് ഈ വലിയ വിഷാദത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആസാഫ് ആദ്യം ചെയ്തത് ദൈവത്തോട് നിലവിളിച്ചു. പ്രിയ ദൈവവേദനയെ, നിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വിഷാദം നിന്നെ മൂടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉറക്ക നിലവിളിക്കുക. ദൈവത്തോട് ഉറക്ക നിലവിളിക്കുക. ക്രൈ ഔട്ട് ടു ദ ലോർഡ്, സെൻഡ് ആൻ SOS ടു ദ ലോർഡ്. കപ്പലപകടം ഉണ്ടാകുമ്പോൾ ഇപ്പം തണ്ട വിമാനം തകർന്നു, മേ ഡേ എന്നും പറഞ്ഞിട്ട് അവർ പൈലറ്റിൻ്റെ ഓഡിയോ മെസ്സേജ് നമ്മൾക്കിപ്പോൾ കേൾക്കാൻ കഴിയും. രക്ഷിക്കണേ. അതിന് കപ്പലപകടം ഉണ്ടാകുന്ന സമയത്ത് കപ്പിത്താൻ കപ്പൽ മുങ്ങുന്നതിന് മുമ്പായിട്ട് അടുത്തുള്ള കപ്പലുകളിലേക്ക് മെസ്സേജ് അയക്കുന്നതിനാണ് സേവ് അവർ സോൾസ്, SOS മെസ്സേജ് എന്ന് പറയുന്നത്. അത് കേട്ടിട്ട് അങ്ങനെയാണ് ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് SOS പോയി. അടുത്തുള്ള കപ്പലുകൾ പലതും അത് കേട്ടിട്ട് ചെവിക്കൊള്ളാതെ വിട്ടുപോയി. ദൂരെ ഉണ്ടായിരുന്ന കാർപ്പാത്തിയ എന്ന് പറയുന്ന ഒരു കപ്പൽ ആ മെസ്സേജ് കേട്ടു. അവർ വന്നിട്ട് കുറേ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് നിലവിളിക്കുവാനൊരു ദൈവമുണ്ട്. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിൻ്റെ നിൻ്റെ SOS കേട്ട് വിട്ടുപോകുന്ന ഒരു ദൈവമല്ല. നീ നിലവിളിക്കുമ്പോൾ നിൻ്റെ അടുത്ത് വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. ആസാഫ് ദൈവത്തോട് നിലവിളിച്ചു. ഡോണ്ട് പ്രിറ്റൻഡ്, കേട്ടോ. പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ അഭിനയിക്കേണ്ട ഒരു കാര്യവുമില്ല. ബി ഓണസ്റ്റ് ബിഫോർ ദ ലോർഡ്. ദൈവസന്നിധിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തോട് പറ, ദൈവമേ നീ എന്നെ സഹായിച്ചേ പറ്റത്തുള്ളൂ. നീ അല്ലാതെ എനിക്കൊരു സങ്കേതമില്ല, നീ അല്ലാതെ എനിക്കൊരു സഹായമില്ല. ഹി ക്രൈഡ് ഔട്ട് അലൗഡ് ടു ഗോഡ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് ആസാഫ് ചെയ്തത് എന്താണെന്നറിയാമോ? അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു, രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു. ആസാഫ്, നമ്മൾ ഈ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് വി ഓൾവേസ് ലുക്ക് അറ്റ് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയെയാണ് നമ്മൾ നോക്കുന്നത്. എന്നാൽ ആസാഫ് പറയുക, ഞാൻ
ഞാൻ പണ്ടത്തെ ദിവസങ്ങളെ ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സംവത്സരങ്ങളെയും വിചാരിക്കുന്നു. അതാണ് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് ഡിപ്രഷനൊന്നും ഇല്ലാതിരുന്ന, ഞാൻ ദൈവസാന്നിധ്യം ഒത്തിരി അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നല്ലോ. ആ ദിവസങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുപോവുക. റീഡയറക്റ്റ് യുവർ തോട്ട്സ് ടു ദ പാസ്റ്റ് വെൻ ഗോഡ് വാസ് സോ നിയർ ടു യു. ദൈവം നിന്നെ സഹായിച്ച, ദൈവം നിന്റെ കൂടെ നടന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നീ നന്നായി രുചിച്ചറിഞ്ഞ ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിലേക്ക് മനസ്സിനെ മനഃപൂർവ്വം കൊണ്ടുപോവുക. നമ്മൾ പലപ്പോഴും നമ്മളൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളിലേക്കാണ്, നമ്മുടെ ഇന്നത്തെ സാഹചര്യങ്ങളിലേക്കാണ് നോക്കുന്നത്. അയ്യോ, എൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ ആകെ തകർന്നിരിക്കുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഞാൻ തകർന്നിരിക്കുന്നു. പക്ഷേ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇനി നാളെ എങ്ങനെ ആയിത്തീരും, ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരും. പക്ഷേ ആസാഫ് ഇന്നലകളിലേക്ക് നോക്കി. സ്തോത്രം. ഇന്നലകളിൽ എന്നെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ഇന്നലകളിൽ ഞാൻ കടന്നുപോയ അവസ്ഥകളിൽ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതിരുന്ന അവസ്ഥകളിൽ എന്നോട് കൂടെ നടന്ന് എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവം ഇന്നും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോകണം. അവൻ്റെ വിശ്വസ്തത, പണ്ട് അവൻ എന്നോട് വിശ്വസ്തനായിരുന്നു, ഇന്നലകളിൽ അവൻ എനിക്ക് വിശ്വസ്തനായിരുന്നു, ഇന്നും നാളെയും അവൻ എനിക്ക് വിശ്വസ്തനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. He focused his thoughts on past times. മൂന്നാമതായിട്ട് ആസാഫ് ചെയ്തത് എന്താണെന്നറിയാമോ? He magnified God to diminish his problem. അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. ആസാഫ് ആദ്യം എന്ത് ചെയ്തു? ദൈവത്തോട് നിലവിളിച്ചു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം ഓർത്തു. മൂന്നാമതായിട്ട് അവൻ ദൈവത്തെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. എന്താ വാക്യത്തിൽ പറയുന്നത്? ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകുന്നു. ദൈവത്തെ അവൻ്റെ വിശുദ്ധിയിൽ ആരാധിക്കുന്ന ആസാഫിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ പറയുകയാണ്, നീ അത്ഭുതം പ്രവർത്തിക്കുന്നു, എൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ. You are a great God. You are a holy God. You are a great God. പിന്നെ പറയുകയാണ് എന്ത്? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. He is a miracle working God. നിന്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ബലവാനായ ദൈവമാകുന്നു. യു ആർ ഓൾമൈറ്റി ഗോഡ്. എൽ ഷദായി ആയ ദൈവമാണ് നീയെ. തൃക്കൈ കൊണ്ട് നീ നിന്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു. നീ വീണ്ടെടുക്കുന്ന ദൈവമാ. ഇസ്രായേലിനെ വീണ്ടെടുത്ത ദൈവമാ. എന്നെയും അവൻ വീണ്ടെടുക്കാതിരിക്കുമോ? നോക്കി, അവൻ്റെ ഹൃദയം ആരാധന കൊണ്ട് നിറയുക. സ്തോത്രം. പലപ്പോഴും ഡിപ്രഷൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ പറ്റാത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാൻ പറ്റത്തില്ല, ഇന്നലകളിലേക്ക് ചിന്തിക്കാനും പറ്റത്തില്ല, നമുക്ക് ദൈവത്തെ ആരാധിക്കാനും പറ്റത്തില്ല. പക്ഷേ ആസാഫ് മനഃപൂർവ്വം ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹി റിമെമ്പേഴ്സ് ഗോഡ്സ് റിഡംഷൻ ഓഫ് ഹിസ് പീപ്പിൾ. ഹി വിൽ റിഡീം മീ ടു. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? മൈ ഗോഡ് ഈസ് ഹോളി, മൈ ഗോഡ് ഈസ് ഏബിൾ, ഹി വിൽ റിഡീം മീ, ഹി കെയർസ് ഫോർ മീ, and he knows what is happening to me. അവൻ എനിക്ക് വേണ്ടി കരുതുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവൻ അറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആസാഫ് തുടങ്ങിയത് ഒരു വലിയ പ്രശ്നവും ചെറിയ ദൈവവുമായിട്ടാണ് തുടങ്ങിയത്. എൻ്റെ ദൈവമേ, എൻ്റെ ആദ്യമേ തൻ്റെ പ്രശ്നങ്ങളെ അവൻ വലുതായി കാണാൻ തുടങ്ങി. അപ്പോൾ ദൈവം ചെറുതാകും. പ്രിയമുള്ളവർ, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് വലുതായിരിക്കുമ്പോൾ ദൈവം ചെറുതായി പോകും. എന്നാൽ താൻ ആരാധിച്ചപ്പോൾ, ദൈവത്തെ സ്തുതിച്ചപ്പോൾ, തൻ്റെ ചിന്തകളെ ഇന്നലകളിലേക്ക് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ ഫോക്കസ് മാറി. അവൻ്റെ പ്രശ്നങ്ങൾ ചെറുതായി, അവൻ്റെ ദൈവം അവൻ്റെ മുമ്പിൽ വലിയവനായി. സ്തോത്രം. He began with a huge problem and a little God. And now, after worshipping, his problems became small
and his God has become big. Hallelujah. ഇതായിരുന്നു ഞാൻ പകൽ വീട്ടിൽ പറഞ്ഞ മെസ്സേജ്. അത് കേട്ടവരിവിടെ ഇരിപ്പുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. നിങ്ങൾ വിചാരിച്ചു ഇവിടെ കൊണ്ട് നിർത്താൻ പോവാന്ന്. ഇനിയാണ് ട്വിസ്റ്റ്. ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു, എന്നിട്ട് വീട്ടിൽ ചെന്നു. എല്ലാവരും പകൽ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു നല്ല മെസ്സേജായിരുന്നു, ഞങ്ങളെയൊക്കെ ഒത്തിരി ബലപ്പെടുത്തി, സന്തോഷമായി. ഇതൊക്കെ കേട്ട് ഞാൻ വീട്ടിൽ ചെന്നു. രാത്രിയായപ്പം ഒരു അന്ധകാരവും കൂരിരുട്ടും എന്നെ മൂടാൻ തുടങ്ങി. ഞാനൊരു ഡിപ്രഷൻ്റെ സ്റ്റേജിൽ കൂടെ കടന്നുപോയി. എനിക്കിത് പറയണമെന്ന്, നിങ്ങളോടിത് പറയണമോ വേണ്ടോ എന്ന് ഞാൻ ഇത്തിരി ആലോചിച്ചു. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞു, ബി ഓണസ്റ്റ് ബിഫോർ ദ കോൺഗ്രിഗേഷൻ. ദൈവസന്നിധിയിൽ നീ സത്യസന്ധമായിട്ട് നിൻ്റെ അനുഭവം പറ, ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ വിചാരിച്ചു എനിക്ക് ഡിപ്രഷനൊന്നും വരത്തില്ലെന്ന്. ഞാൻ ആസാഫിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഓൺലി എന്താ പറയുക, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിരുന്നു. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഡിപ്രഷൻ എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഡിപ്രഷനെക്കുറിച്ച് വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് ഇടപെട്ടു. എന്നാൽ പിന്നെ ഡിപ്രഷൻ എന്തുവാന്ന് നീ ഒന്ന് ശരിക്കും അറിഞ്ഞിട്ട് നീ പ്രസംഗിക്കുന്നത്. അറിഞ്ഞ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസോടുകൂടി പ്രസംഗിക്കുന്നതും സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസും തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസിൽ പ്രസംഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അതുകൊണ്ട് ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. രാത്രി ആയപ്പോഴത്തേനും എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, എനിക്ക് ശരീരം തളരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്നെ അങ്ങോട്ട് ബാധിക്കാൻ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ എനിക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങോട്ട് കൾമിനേഷനിലോട്ട് വന്നിട്ട് ഞാൻ ആകെ ഡിപ്രഷൻ്റെ ആ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകാൻ തുടങ്ങി. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. രാത്രി 2 മണിയായി, 3 മണിയായി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു, വന്ന് വീണ്ടും കിടക്കുന്നു, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ ബൈബിൾ എടുത്ത് വായിക്കാൻ. അപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾ കൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റു ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദർക്കുൾപ്പെട്ട പേർ ബേർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഈ സംഭവം. ഏലിയാവ് ഇതിനു മുമ്പ് ചെയ്ത വലിയൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? കർമ്മേലിൽ ബാലിൻ്റെ പ്രവാചകന്മാരെ എല്ലാം നിഗ്രഹിച്ചു. അവിടെ വലിയൊരു അത്ഭുതം നടത്തി. തൻ്റെ യാഗപീഠത്തിങ്കൽ ദൈവം തീയിറക്കി. ആ മണ്ണും വെള്ളവും യാഗവസ്തുവും എല്ലാം ചാമ്പലായി. ബാലിൻ്റെ ദേവന്മാർ കിടന്ന് വിളിയോടെ വിളി, അയ്യോ ഞങ്ങളുടെ യാഗപീഠത്തെ ഒന്ന് ദഹിപ്പിക്കണേ എന്ന്. എവിടെ ഒന്നും സംഭവിച്ചില്ല. ഇസ്രായേലിലെ സകല അശേര പ്രതിഷ്ഠകളെയും ബാലിൻ്റെ വിഗ്രഹങ്ങളെയും അദ്ദേഹം തകർത്തു. ആ പുരോഹിതന്മാരെ എല്ലാം നിഗ്രഹിച്ചു. അങ്ങനെ വലിയ ശുശ്രൂഷ ചെയ്ത് ഇസ്രായേലിൻ്റെ പ്രവാചകനായ ഏലിയാവ് ഒരു വാക്ക്, തൻ്റെ അടുക്കൽ ഒരു മെസ്സഞ്ചർ വന്നു. ഇസബേൽ ഈ വിവരം അറിഞ്ഞു. ആഹാബ് ഉണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു. ആഹാബ് ചെന്ന് ഇസബേലിനോട് കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ഇസബേൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് അവൻ്റെ അവസ്ഥ ഇതായിരിക്കും, അവനെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആരോ ഓട്ടം തുടങ്ങി. ഏലിയാവ്. പലപ്പോഴും ഈ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജാണ് അത്. എല്ലാത്തിൽ നിന്നും ഓടിപ്പോവുക, എല്ലാത്തിൽ നിന്നും ഓടി ഒളിക്കുവാനുള്ള, ഒന്നിലും പങ്കെടുക്കുവാനുള്ളൊരു താല്പര്യമില്ല. ആരാ ഇത് ചെയ്തത്? കർത്താവിന് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്ത ആ വലിയ മിനിസ്ട്രിയിൽ ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു മനുഷ്യൻ ഇതാ ഒരു ദുഷ്ട സ്ത്രീയുടെ വാക്ക് കേട്ട് അവൻ ഓടുകയാണ്. ഈ ഇസ്രായേലിൻ്റെ പ്രവാചകനായ ഏലിയാവ് നിന്നോണ്ടാണ് ഇതെല്ലാം ചെയ്തത്. ഇപ്പോഴവൻ ഓടുന്നു. ദൈവസന്നിധിയിൽ നിൽക്കേണ്ടവൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു. അതൊരു ഡിപ്രഷൻ്റെ ഒരവസ്ഥയാണ്.
അവൻ ചെയ്യുന്ന എന്താണെന്ന് അവൻ അറിയത്തില്ല. ഏലിയാവിന് മനസ്സിലാവുന്നില്ല തൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന്. പെട്ടെന്ന് ഇത് കൊണ്ടായത് അല്ലേ? അത് കുറച്ച് ദിവസങ്ങളൊന്നും എടുത്തില്ല. അത് കേട്ട ഉടനെ ഡിപ്രഷൻ അവനെ ബാധിച്ചു. അവൻ ഓടുകയാണ്. ഇറാഷണൽ ബിഹേവിയർ, ടെൻഡൻസി ടു റൺ അവേ ഫ്രം ഹാർഷ് റിയാലിറ്റീസ്. എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. കർത്താവ് എന്നോട് സംസാരിച്ച ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. നീ എന്തിനാ ഓടി ഒളിക്കുന്നത്? നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കേണ്ടിടത്ത് നിൽക്കാതെ നമ്മൾ ഓടിപ്പോകുന്ന ഒരവസ്ഥ. അടുത്ത വാക്യം വായിച്ചോട്ടെ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു. അപ്പോൾ നിന്നവൻ ഓടിയവൻ ഇപ്പോൾ ഇരുന്നു. ദൈവസന്നിധിയിൽ ശുശ്രൂഷയ്ക്കായി നിൽക്കേണ്ടവൻ ഓടിപ്പോകുന്നു, പിൻവലിയുന്നു. ഹി വിഡ്രൂ ഫ്രം എവ്രി വൺ. എല്ലാവരിൽ നിന്നും പിൻവാങ്ങുവാനുള്ള ഒരു ആഗ്രഹം. അത് ഡിപ്രഷൻ്റെ മറ്റൊരു സ്റ്റേജാണ്. സോ വി സോ എലിജ റണ്ണിങ്, പിന്നെ എലിയാവ് റിട്ടയറിങ്, എല്ലാത്തിൽ നിന്നും പിൻവാങ്ങുക. അങ്ങനെ ഉള്ളവരുണ്ടോ? ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല. നേരത്തെ വളരെ ആക്റ്റീവായിരുന്ന വ്യക്തി പെട്ടെന്ന് അതിൽ നിന്നെല്ലാം പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കണമെന്നുള്ള താല്പര്യം. ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാമോ, എല്ലാവരും ഒന്ന് പോയി തരാമോ, എനിക്ക് ചില നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവസന്നിധി ധ്യാനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഒന്നിലും ഒരു താല്പര്യമില്ലായ്മ, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. അത് ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജാണ്. ഇപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഇതിൽ നിന്ന് കൂടെ എല്ലാം എന്നോട് സംസാരിക്കുക ദൈവം. ഇപ്പോൾ പിന്നോക്കം വലിയുക. ഹി കട്ട്സ് ഹിംസെൽഫ് ഓഫ് ഫ്രം ദോസ് ക്ലോസ് ടു ഹിം. ഒരു ബാല്യക്കാരനുണ്ടായിരുന്നു, ഒരാളെങ്കിലും കൂടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ബാല്യക്കാരന് പറയാ, നീ ഇനി ഇവിടെ ഇരിക്കുക, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു. നോക്കി, എല്ലാവരിൽ നിന്നും പിൻവലിഞ്ഞ് ഉൾവലിഞ്ഞ് ഒറ്റയ്ക്ക് എന്നിട്ട് പറയും, ഐ ആം ഓൾ അലോൺ, നോബഡി അണ്ടർസ്റ്റാൻഡ്സ് മീ, ഐ ആം എ ടോട്ടൽ ഫെയിലിയർ. ഈ അവസ്ഥയിൽ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടോ? അതൊക്കെ ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജസാണ്. ഏലിയാവിനെ കുറിച്ച് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമേ, ഇതൊക്കെ വേണോ, പറയണോ? അപ്പോഴാണ് എനിക്ക് ആ വാക്യം കിട്ടിയത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവം. ഏലിയാവിനെ ഡിപ്രഷൻ ബാധിച്ചെന്നുണ്ടെങ്കിൽ ഈ പാവം പിടിച്ചവനെ ഡിപ്രഷൻ ബാധിച്ചു, അതൊരു വലിയ അത്ഭുതമൊന്നും അല്ല. ചിലർക്ക് ഇത് പറയാൻ ഇച്ചിരി പ്രയാസമാണ്, മടിയാണ്. എനിക്കൊരു മടിയുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ. ഏലിയാവ് ഡിപ്രഷനിൽ പോകുമെന്നുള്ളത് ദൈവത്തിന് അറിയത്തില്ലായിരുന്നോ? ദൈവത്തിന് അറിയാം. ദൈവം അത് അനുവദിച്ചതാ. എന്തിനാ? വലിയ ശുശ്രൂഷകൾ അവനെ കൊണ്ട് ഇനിയും ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ ചൂരച്ചെടിയുടെ കീഴിൽ ഇരുന്നിട്ട് മരിപ്പാനിച്ഛിച്ചു. നോക്കിയേ, സൂയിസൈഡൽ ടെൻഡൻസി. എപ്പോഴെങ്കിലും മരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? He ran away in fear. Sits all alone. Take my life. എൻ്റെ പ്രാണനെ എടുത്തോണേ. മൂന്നാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. മൂന്നാമത്തെ വാക്യം. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു, ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. നോക്കി, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റു, ദൈവമുഖത്തേക്ക് നോക്കി എന്നല്ല പറയുന്നത്. ഏലിയാവിന് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഡിപ്രഷൻ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ദൈവത്തിൽ നിന്നുള്ള നോട്ടം അങ്ങെടുത്ത് മാറ്റും. വി ടേക്ക് അവർ ഐസ് ഓഫ് ദ ലോർഡ് ആൻഡ് ഫോക്കസ് ഓൺ അവർ ഓൺ സർക്കംസ്റ്റാൻസസ്. തൻ്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കുന്ന ഏലിയാവ്, ഇസബേലിൻ്റെ വാക്കുകൾ അവൻ്റെ കാതിൽ മുഴങ്ങുകയാണ്. ഇതുവരെ അവൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ്റെ നോട്ടം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്ത് നിന്ന് ഒരു സ്ത്രീയുടെ വാക്കിലേക്കായി. പ്രിയമുള്ളവരെ, എപ്പോഴൊക്കെ നമ്മുടെ നോട്ടം കർത്താവിൽ നിന്ന് മാറ്റുന്നുവോ അപ്പോൾ നമ്മൾ വിഷാദത്തിൻ്റെ അവസ്ഥകളിലോട്ട് പോകും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എൻ്റെ ദൃഷ്ടി എപ്പോഴും അവനിലായിരിക്കണം.
ആരെല്ലാം എന്തെല്ലാം ഭീഷണിയുമായിട്ട് വന്നോട്ടെ, നിന്റെ ശരീരം നിന്നോട് പറയും ഇനിയും അധികകാലമില്ല. നിന്റെ അവയവങ്ങൾ ഒരുപക്ഷെ നിന്നോട് പറയും ഇത് പ്രവർത്തനരഹിതമാകാൻ ഇനി അധികം സമയമില്ല. അപ്പം നമ്മൾ അതിലേക്ക് നോക്കുന്നു, സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നു, ഫാക്ട്സിലേക്ക് നോക്കുന്നു. എന്നാൽ സേവ്യറിലേക്ക് നോക്കുക. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആ രാത്രിയിൽ ഞാൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ എനിക്ക് ഉത്തരമരുളി. ഏലിയാവ് ദൈവമുഖത്ത് നിന്നും നോട്ടം മാറ്റി. മാത്രമല്ല അതിൻ്റെ 4-ാം വാക്യത്തിൽ അവൻ പ്രാർത്ഥിക്കുക. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? വായിച്ചേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, ഇപ്പോൾ മതി. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇപ്പോൾ മതി. അടുത്തത്, യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ വലിയവനല്ലല്ലോ. നോക്കിയേ, തൻ്റെ പ്രാർത്ഥന തനിക്ക് വേണ്ടിയായി. ഇതുവരെ ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരുന്ന, അല്ലേ, ഇസ്രായേലിന് വേണ്ടി ഇൻ്റർസീഡ് ചെയ്തുകൊണ്ടിരുന്ന ഏലിയാവ് ഇസ്രായേലിൻ്റെ പ്രവാചകനാ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മധ്യസ്ഥ ചെയ്യേണ്ടവൻ ആ ശുശ്രൂഷയൊക്കെ നിർത്തിവെച്ച് ഹീസ് പ്രേയിങ് ഫോർ ഹിംസെൽഫ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വേറൊരു അവസ്ഥയാണ്. ഹി സ്റ്റോപ്ഡ് ഇൻ്റർസീഡിങ് ആൻഡ് ഹി ഈസ് നൗ പ്രേയിങ് ഫോർ ഹിംസെൽഫ്. താൻ ഇസ്രായേലിൻ്റെ പ്രവാചകനാണെന്നുള്ളത് അവൻ മറന്നുപോയി. ദൈവം സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെന്നുള്ളത് അവൻ മറന്നുപോയി. ഹി ഫൊർഗോട്ട് ദാറ്റ് ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. കർമ്മേലിൽ വെച്ച് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് ആര് മറന്നു? ഏലിയാവ് മറന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു ആശ്വാസവാക്ക് പറയട്ടെ. ആസ് ലോങ് ആസ് ദർ ഇസ് എ ഗോഡ് ഇൻ ഹെവൻ, യു ഹാവ് ഹോപ്പ്. ആമേൻ. സ്വർഗത്തിൽ ഒരു ദൈവം ഉള്ളിടത്തോളം കാലം എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാൻ ഈ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ. പാട്ടുകാരൻ പാടിയത് വെറുതെയാണ്, ഇതൊക്കെ അനുഭവത്തിൽ നിന്ന് പാടുന്നതാണ്. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മരിച്ചിട്ടില്ല. മൈ ഗോഡ് ഈസ് എലൈവ്, മൈ ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ ആൻഡ് ഐ ഹാവ് ഹോപ്പ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവമില്ല, വെർ ഈസ് മൈ ഗോഡ് എന്ന് ചിന്തിക്കും. നോ, ഹി ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ. ഇംഗ്ലീഷിലെ ഒരു പാട്ടുണ്ടല്ലോ, God is still on the throne and he will remember his own. Amen. സ്വർഗത്തിലെ സിംഹാസനത്തിൽ ദൈവം ഇപ്പോഴും ഇരിപ്പുണ്ട്. അവന് വേണ്ടവരെ, അവൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ ഓർക്കുന്നു. Though trials may press us and burdens distress us, പ്രശ്നങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ, ഭാരങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ, he will never leave us alone. അവൻ ഒരിക്കലും നമ്മളെ ഏകരായി വിടുകയില്ല. ഹല്ലേലൂയ. എല്ലാവരും ഇത് പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. മൈ ഗോഡ് ഈസ് സ്റ്റിൽ ഓൺ ദ ത്രോൺ, ഐ വിൽ നോട്ട് ബി ഷെയ്ക്കൺ. ഹല്ലേലൂയ. എലിജ ദൈവത്തിൽ നിന്ന് ഓടി, പക്ഷേ he was not forsaken by the Lord. He ran away from God, but he was not forsaken by the Lord. ഞാൻ എത്ര ഓടിപ്പോയാലും എൻ്റെ പിന്നാലെ വരുന്ന ഒരു ദൈവം. ദൈവം ഏലിയാവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഞാൻ വലിയ ശുശ്രൂഷയെ ഏൽപ്പിച്ചു, അതവൻ വിശ്വസ്തയോടെ ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ സർവീസിൽ നിന്ന് ഞാൻ അവനെ പിരിച്ചുവിടുന്നു എന്ന് ദൈവം പറഞ്ഞില്ല. തൻ്റെ ദാസൻ്റെ അവസ്ഥ അറിഞ്ഞ് അവൻ്റെ പിന്നാലെ ചെല്ലുന്ന ദൈവത്തെ പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. God still had a plan for Elijah. Healing, for Elijah's healing and his future ministry.
ഏലിയാവിനെ സൗഖ്യമാക്കി വീണ്ടും ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എങ്ങനെയാ ദൈവം ഏലിയാവിൻ്റെ അടുക്കിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു. നമുക്ക് കാണാം അതിൻ്റെ 7-ാം വാക്യം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് അപ്പൊ ഈ ദൂതനെ ആരാ വിട്ടത്? അപ്പോൾ ഏലിയാവ് ഇങ്ങനെ ഓടി 125 മൈലാ ഓടിയതെന്നാ പറയുന്നത്. 125 കിലോമീറ്റർ. ചെറിയ പുള്ളിയൊന്നും അല്ല, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഓടി 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 അവിടെ ചെന്നിട്ട് ഒരു ചുരച്ചെടിയുടെ കീഴിലിരിക്കുക. ഓക്കെ, അവൻ അവിടെ ഇരുന്നങ്ങ് മരിച്ചാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവം അങ്ങോട്ട് ചെന്നിട്ട്, നീ എന്നാ പണിയാ കാണിച്ചത്? എൻ്റെ പേര് നീ കളഞ്ഞു കുളിച്ചില്ലേ? ഇത്രയും വലിയ ശുശ്രൂഷ നിന്നെയും കൊണ്ട് ജയിച്ചിട്ട് നീ വാലും ചുരുട്ടി ഓടിപ്പോയില്ലേ എന്ന് പറഞ്ഞ് വഴക്കൊന്നും പറഞ്ഞില്ല. ഏലിയാവിന് അപ്പോൾ വേണ്ടത് എന്താണെന്നുള്ളത് നന്നായി അറിയുന്നൊരു ദൈവം. അത് ഏലിയാവിന് എന്തോ കൊടുത്തത്? ദൂതനെ അയച്ചിട്ട് പറഞ്ഞു. ദൈവം അവിടെ നിന്നും പ്രത്യക്ഷനാവുന്നില്ല, ദൈവശബ്ദവും ഇല്ല. ഒരു ദൂതനെ അയച്ച്, ചെല്ല എൻ്റെ കൊച്ചൻ അവന് ചെറിയ വിഷമത്തിലാണ്, നീ അവൻ്റെ പിന്നാലെ ചെല്ല്. എന്നിട്ട് അവന് വേണ്ടത്, ഇപ്പോൾ വേണ്ടത് എന്താണെന്നറിയാമോ? ഹി വാണ്ട്സ് സം ഫിസിക്കൽ റിഫ്രഷ്മെൻറ്റ്. അവന് വേണ്ടത് എന്തൊക്കെയാ? എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എന്തുവാ കൊടുത്തത്? ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഫ്രഷ്ലി ബേക്ക്ഡ് ബ്രെഡ്. ഓക്കെ, അടുത്തത് ഒരു തുരുത്തി വെള്ളവും നല്ല ഒന്നാന്തരം സ്പ്രിംഗ് വാട്ടർ തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. നോക്കിയേ, അവന് വേണ്ടത്, അവൻ്റെ ശരീരത്തിന് വേണ്ടത് കൊടുത്തു. ഞാൻ വിചാരിക്കുകയായിരുന്നു, ദിസ് ഈസ് ഗോഡ്സ് ഡിവൈൻ തെറാപ്പി. ഈസ് ദ ഗ്രേറ്റ് തെറാപ്പിസ്റ്റ് അല്ലേ? ദൈവത്തെ പോലൊരു തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഒത്തിരി തെറാപ്പിസ്റ്റിനെ കാണിക്കും. ബട്ട് മൈ ഗോഡ് ഈസ് ദ ഗ്രേറ്റ് തെറാപ്പിസ്റ്റ്. ആദ്യം അവന് വേണ്ടത് കൊടുത്തു. അവന് ഭക്ഷണം കൊടുത്തു, അവന് കുടിപ്പാൻ കൊടുത്തു. ഓക്കെ, ഇനി ആ രസം. ഞാൻ അന്ന് രാത്രി ചിരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ഞാൻ ചിരിച്ചു. എൻ്റെ ഈ ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നത് ഞാൻ പൊട്ടി അങ്ങ് ചിരിച്ചു. എന്താ കാര്യം എന്നറിയാമോ? അതിൻ്റെ 8-9 വായിച്ച വാക്യം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട്. അല്ല, അതിനു മുമ്പ് കടന്ന് പിന്നെ ഉറങ്ങിയെന്ന് വായിച്ചില്ലയോ? 6-ാം വാക്യം, സോറി. അവൻ ഉണർന്നു നോക്കിയപ്പോൾ അവൻ ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. അത് വായിച്ച് ഞാനങ്ങ് ചിരിച്ചുപോയി. ഡിപ്രഷൻ്റെ വേറൊരു അവസ്ഥയാണ്. നമ്മളായിരുന്നെങ്കിലേ, നമ്മളിങ്ങനെ ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു, ഭക്ഷണമൊന്നുമില്ല, ഇങ്ങനെ വിശന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു. എഴുന്നേൽക്കുമ്പോൾ നല്ല ഒന്നോന്തരം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞ ഒരു സൗണ്ടും ഒക്കെ കേട്ടു. അപ്പോൾ ഇത് ദൈവമാണല്ലോ എനിക്ക് തന്നത്, അത് ഞാൻ കഴിച്ചിട്ട് ഒരു വാക്ക് താങ്ക് യു എങ്കിലും പറയേണ്ടതല്ലേ? ഈ മനുഷ്യന് ഒരു താങ്ക് യു പോലും പറയാതെ കഴിച്ചേച്ച് പിന്നെയും കിടന്നങ്ങ് ഉറങ്ങി. നോക്കിയേ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ നിന്ന ഒരു മനുഷ്യന് ഡിപ്രഷൻ ആ മനുഷ്യനെ കൊണ്ടുപോയി തട്ടിയിരിക്കുന്ന അവസ്ഥ കണ്ടോ? പക്ഷെ ദൈവം അതിലൊന്നും പരാതിപ്പെടുന്നില്ല. എന്താണ് നീ താങ്ക് യു പറയാഞ്ഞതെന്നൊന്നും ചോദിച്ചില്ല. അവൻ ഉറങ്ങട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയും 8-9 വാക്യം വേഗം നിർത്താം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. എൻ്റെ ദൈവമേ, ഒരു കഷണം അപ്പവും വെള്ളവും കുടിച്ചാൽ ഇത്രയും ദൂരം, ഇത്രയും ദിവസം, 40 ദിവസം നടക്കാൻ കഴിയുമെങ്കിൽ അത് എന്നാ തെറാപ്പിയായിരുന്നത്. സ്വർഗത്തിലെ ദൈവം തരുന്ന ഭക്ഷണം കഴിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവവചനത്തിൻ്റെ ദൈവവചനം കേട്ടോ, ഈ ദൈവവചനം ഭക്ഷിച്ചാലുണ്ടല്ലോ, നീ 40 അല്ല 400 ദിവസം ഓടും. വൈദ്യശാസ്ത്രം നിനക്കിനി 1 വർഷമേ വിധിച്ചിട്ടുള്ളെങ്കിലും അതുകൊണ്ട് നീ ഇനി 40 വർഷം ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അതാ. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കുന്നവരെ ഹല്ലേലൂയ, അവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ച് കഴുകന്മാരെ പോലെ ഉയർന്നു പറക്കും. ഹല്ലേലൂയ. ഒരു ഹ്യൂമൻ തെറാപ്പിയും അതിനടുത്തെത്തത്തില്ല. 40 രാവും 40 പകലുമാണ് അവന് സഞ്ചരിച്ചത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എവിടെയാ പോയത്? അവന് ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു.
അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പൊ പിന്നെയും പുള്ളി ഗുഹയിലോട്ടാ പോകുന്നത്. കണ്ടോ, ഇതെല്ലാം കഴിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു, 40 ദിവസമൊക്കെ നടന്നു. ഇപ്പോഴും ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്ക്. ഡിപ്രഷൻ മാറിയോ? ഏലിയാവിൻ്റെ ഡിപ്രഷൻ മാറിയിട്ടില്ല. പുള്ളി എവിടെ നോക്കിയാലും ഗുഹയുണ്ടോ, എവിടെങ്കിലും ഗുഹയുണ്ടോ എന്നാ പുള്ളി ഇങ്ങനെ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുക, എല്ലാവരിൽ നിന്നും അകന്നു മാറി ജീവിക്കാനുള്ള ഒരു താല്പര്യം. അപ്പോഴേ അവിടെ വെച്ച് ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനെ കൊണ്ടുവന്ന എവിടേക്കാണെന്നറിയാം? ഹോരേബിനൊരു പ്രത്യേകതയുണ്ട്. ഹോരേബ് എന്ന് പറയുന്നത് സീനായ് പർവ്വതത്തിൻ്റെ വേറൊരു പേരാ, അറിയാമല്ലോ. സീനായ് പർവ്വതത്തിലാണ് ആദ്യമേ ദൈവം മോശയ്ക്ക് ഇസ്രായേലിന് വെളിപ്പാട് കൊടുത്തത്, കൽപ്പനകൾ കൊടുത്തത്. ദൈവത്തിൻ്റെ ശബ്ദം അവർ കേൾക്കുന്നത് സീനായ് പർവ്വതത്തിൽ വെച്ചാണ്. മോശയ്ക്ക് ഒരു വലിയ ഒരു ദർശനമുണ്ടായി. എന്തൊക്കെയായിരുന്നു? അതേ ദർശനം ഏലിയാവിനും ദൈവം കൊടുക്കുന്നു. എന്തൊക്കെയാ ആ ദർശനം? എന്തായിരുന്നു? അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച്. അല്ല, നിൽക്കുക. 9-ാം വാക്യം. ഹോരേബോളം നടന്നു, അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് രാപാർത്തു. അപ്പോൾ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവനോട് ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിച്ചു. അതൊരിക്കലല്ല ചോദിച്ചത്, 2 പ്രാവശ്യം ദൈവം ചോദിക്കുന്നുണ്ട്. ഏലിയാവേ, ഇത്രയൊക്കെ നിന്നെ കൊണ്ട് പിന്നെയും ഞാൻ ജയിച്ചു. നീ 40 ദിവസം ഞാൻ തന്ന ഭക്ഷണത്തിൻ്റെ ബലത്തിൽ നടന്ന് ഇവിടെ വന്നു, പിന്നെ നീ ഗുഹയിലിരിക്കുകയാണ്. ഇവിടെ നിനക്ക് എന്ത് കാര്യം? അടുത്തത് പിന്നെ അപ്പോൾ അവൻ പറയുക, വീണ്ടും അവന് ഇത് ഡിപ്രഷൻ്റെ വാക്കുകളാണ് പറയുന്നത്. അതിന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിൻ്റെ യാഗപീഠങ്ങൾ ഇടിച്ചു കളഞ്ഞു. ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കി. ഡിപ്രഷനിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് ദൈവം പറയുകയാണ്, അതിൻ്റെ 11-ാം വാക്യം. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക. നീ എൻ്റെ പർവ്വതത്തിൻ്റെ മുൻപാകെ വന്ന് നിൽക്ക. ഓക്കെ. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. നോക്കിയേ, മോശയ്ക്ക് കൊടുത്ത അതേ ദർശനം, അതേ അനുഭവം. ഇവൻ ഈ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ മുഴുവനും ഇരുട്ടാ, ഒന്നും ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഒന്നും അവന് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ദൈവം അവനെ പുറത്ത് കൊണ്ടുവന്നിട്ട്, ഞാൻ വിചാരിക്കുകയാണ്, ഹീ ഗേവ് ഹിം എ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്, ഒരു ഓഡിയോ വിഷ്വൽ ഷോ ഒക്കെ അവന് വേണ്ടി ഒരുക്കി, അവനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി. എടാ, ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ? ദൈവം ആദ്യമേ എന്ത് ചെയ്തു? ഒരു വലിയ കൊടുങ്കാറ്റ്, ശക്തിയുള്ള കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. പിന്നെ കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? രണ്ടാമത് വീണ്ടും ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഹോരേബിൽ ദൈവം അവനെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. ഈ ഹോരേബിൽ വെച്ചാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന കൊടുത്തത്. ഈ ഹോരേബിൽ വെച്ചാണ് മോശയ്ക്ക് ദൈവം വലിയ ഇതേ ഷോ അവിടെയും ദൈവം കാണിച്ചു, മൃദുസ്വരത്തിൽ സംസാരിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ഏലിയാവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്തോന്നറിയാമോ? എടാ, നിനക്ക് അറിയത്തില്ല, ഒരിക്കൽ എൻ്റെ പുത്രനായ യേശു ക്രിസ്തു മറുരൂപവലയിൽ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ, അവൻ ദൈവത്തിൻ്റെ ആ ഒരു സ്വരൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിൽ മലയിൽ വെച്ച്, മറുരൂപ മലയിൽ വെച്ച് അവൻ വെളിപ്പെടുത്തുമ്പോൾ, താൻ വെളിപ്പെടുത്തുമ്പോൾ, അവിടെ അന്ന് മോശയോടൊപ്പം നിർത്തുവാൻ ഞാൻ നിന്നെയാ ഒരുക്കി വച്ചിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? സ്തോത്രം. ഏലിയാവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അവിടെ കൊണ്ട് തീർന്നില്ല. മറുരൂപമലയിൽ മോശയോടും ഏലിയാവിനോടും കൂടെ ആയിരുന്നു കർത്താവ് അവിടെ വെളിപ്പെട്ടത്. അപ്പോൾ ദൈവത്തിന് ഏലിയാവിനെക്കുറിച്ച് എത്ര വലിയ പദ്ധതിയാണ്. അതുപോലെ ഇവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ അങ്ങ് എടുത്തോണേ, എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, എനിക്ക് മരിച്ചാൽ മതി. പക്ഷെ മരിക്കാതെ അഗ്നിമയ രഥങ്ങളും
അശ്വങ്ങളും വന്നിട്ട് അവനെ ജീവനോടെ കൊണ്ടുപോകുവാനാ ദൈവത്തിൻ്റെ പദ്ധതി. ആ മനുഷ്യനാ പറയുന്നത്, എനിക്ക് മരിച്ചാൽ മതി. അവൻ മരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമല്ല, ജീവനോടെ. മറുമലയിൽ വെച്ച് അവൻ മോശയോടൊപ്പം കർത്താവിനോടൊപ്പം നിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇതൊന്നും പാവം ഏലിയാവ് അറിഞ്ഞില്ല. പ്രൈസലോ. നമ്മളും പലപ്പോഴും ഇതുപോലെയാ. നമുക്ക് ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ പലപ്പോഴും നമ്മളതറിയാതെ നമ്മൾ ഈ ചൂരച്ചെടിയുടെ അനുഭവത്തിൽ കടന്നിട്ട്, നമ്മൾ ആ ഡിപ്രഷൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നെ തേടി വീണ്ടും വരുന്ന, നമ്മളെ ഓരോരുത്തരെയും തേടി വീണ്ടും വരുന്ന കർത്താവ് നമ്മളോടും ചോദിക്കുന്ന, ഇന്ന് പകൽക്കാലം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? എവ്രി വേർഡ് കൗണ്ട്സ്. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നോക്കിയ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചു, നമ്മളോട് പറയുക, നമ്മുടെ പേര് ചേർത്തെന്ന് പറയണം. നിനക്ക് നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കഴിയുവാനല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ നിനക്കൊരു കാര്യവുമില്ല. എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. ആ പദ്ധതി നിവർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ കം ബാക്ക്, നീ തിരിച്ചു വാ. അങ്ങനെ ഏലിയാവിനെ ധൈര്യപ്പെടുത്തി, അവന് പുതിയ ശുശ്രൂഷ കൊടുത്തു, അവനെ റെസ്റ്റോർ ചെയ്തു, അവനെ റിഫ്രഷ് ചെയ്ത്, അവൻ്റെ പരാജയങ്ങളെ എല്ലാം ഓർക്കാതെ, അവൻ തകർന്നു പോയെടുത്ത് ദൈവം തിരിച്ചു ചെന്ന് അവനെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തി, അവനെ ശുശ്രൂഷയിൽ വീണ്ടും പുനഃസ്ഥാപിച്ചതുപോലെ പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും തിരികെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കർത്താവിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് പോയവരായിരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങൾ ഇന്ന് പിന്മാറി നിൽക്കുകയാണെങ്കിൽ, ചൂരച്ചെടിയുടെ അനുഭവത്തിലാണെങ്കിൽ, ഗുഹയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിന്നെക്കുറിച്ച് എനിക്ക് വലിയ പദ്ധതിയുണ്ട്. അന്ന് രാത്രി ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി. ഈ വചനം വായിച്ച് ഞാൻ ധ്യാനിച്ചു. എന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. കർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ദോഷിയായ എന്നെ, പാപിയായ എന്നെ, നമ്മൾ പാടിയല്ലോ, തേടി വരുന്ന ഒരു ദൈവമാണ്. എൻ്റെ പരാജയത്തിൽ എന്നെ വിട്ടുകളയുന്ന ദൈവമല്ല. ഞാൻ തളർന്നു വീഴുമ്പോൾ, ഞാൻ ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ, ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഞാൻ വിശ്വസ്തനാകാതെ ഞാൻ വീണ്ടും പിന്മാറിപ്പോകുമ്പോൾ എന്നെ വിട്ടുകളയുന്ന ദൈവമല്ല. അവൻ്റെ ശുശ്രൂഷയിൽ നിന്ന് എന്നെ എഴുതി തള്ളുന്ന ദൈവമല്ല. അവനെന്നെ സസ്പെൻഡ് ചെയ്യത്തില്ല, അവനെന്നെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യത്തില്ല. അവനെന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ പ്രിയമുള്ളവരെ. അവൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.